ജെറമിയ അധ്യായം 39. ജെറുസലേമിന്റെ പതനം. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിന്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തന്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സെദക്കിയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർ, സിൻമാഗീറിലെ പ്രഭു നെർഗാൽ ശരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽ ശരേസർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിന്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമതലത്തിൽ വച്ച് സെദക്കിയായെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വച്ച് സെദക്കിയ കാൺകെ അവന്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നുകളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടെരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തന്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബുസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്തു തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ജെറമിയായുടെ മോചനം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബുസരദാനോട് ജെറമിയായെ കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിന്റെ അംഗരക്ഷകനായ നെബുസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽ ശരേസർ എന്നിവരും മറ്റു സേവകരും ചേർന്ന് ആളയച്ചു. ജെറമിയായെ കാവൽപ്പുരത്തളത്തിൽ നിന്ന് വരുത്തി. അവനെ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമിയായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിന്റെ ഇടയിൽ വസിച്ചു. കാവൽപ്പുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബദ്മലേക്കിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല, തിന്മ ഈ നഗരത്തിന്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 40. ഗദാലിയ ഭരണാധിപൻ. ജെറുസലേമിൽ നിന്നും യൂദായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമിയായെ രാമായിൽ വെച്ച് സേനാനായകനായ നെബുസരദാൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെറമിയായെ വിളിച്ചു പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു.
എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരുക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട. ഇതാ, ദേശം മുഴുവൻ നിന്റെ മുൻപിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക. അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബൂസരദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമിയ മിസ്പായിൽ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടുകൂടി വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിന്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ, കരേയായുടെ പുത്രൻ യോഹനാൻ, തൻഹുമേത്തിന്റെ പുത്രൻ സെരായ, നെത്തോഫാത്തിനായ എഫായിയുടെ പുത്രന്മാർ, മക്കാത്തിനായ യസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്ബായിൽ ഗദാലിയായുടെ അടുത്തേക്ക് ചെന്നു. ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക, അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മൊവാബിലും അമ്മോന്യരുടെയും ഏദോമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദായിൽ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദായിലേക്ക് മിസ്പായിൽ ഗദാലിയയുടെ അടുത്ത് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഗദാലിയ വധിക്കപ്പെടുന്നു. ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹനാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുത്തു വന്നു. അമ്മോന്യരുടെ രാജാവായ ബാലിസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരേയായുടെ പുത്രൻ യോഹനാൻ മിസ്പായിൽ വച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു, ഞാൻ പോയി നെത്താനിയായുടെ മകൻ ഇസ്മായേലിനെ കൊല്ലാം, ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂദായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതെന്തിന്? എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായേലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്. അധ്യായം 41. അതേ വർഷം 7-ാം മാസം എലീഷാമായുടെ മകനായ നെത്താനിയായുടെ പുത്രനും രാജവംശജനും രാജാവിന്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ട് വധിച്ചു. ഗദാലിയായോടൊപ്പം അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗദാലിയായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം, അത് പരസ്യമാകുന്നതിനു മുൻപ്, ഷെക്കേം, ഷീലോ, സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് 80 പുരുഷന്മാർ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു.
നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചു കൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗദാലിയായുടെ അടുത്തേക്ക് വരുവിൻ എന്ന് പറഞ്ഞു. അവർ നഗരത്തിലെത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞുകളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായേൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായെ ഭയന്ന് ആസ രാജാവ് സ്വരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെത്താനിയായുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും, രാജകുമാരികളെയും, സേനാനായകനായ നെബുസരദാൻ അഹിക്കാമിന്റെ മകനായ ഗദാലിയായെ ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമ്മോന്യരുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. നെത്താനിയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗിബയോനിലുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനുമായി ഏറ്റുമുട്ടി. കരേയായുടെ പുത്രനായ യോഹനാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിന്റെ കൂടെയുണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരേയായുടെ മകൻ യോഹനാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹനാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മോന്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗദാലിയായെ വധിച്ചതിനു ശേഷം ഇസ്മായേൽ മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ഡന്മാരെയും യോഹനാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. അവർ ബേത്ലഹേമിന് സമീപം കിംഹാം താവളത്തിൽ താമസിച്ചു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിയമിച്ച ഗദാലിയായെ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു.